ഹായ് ഹലോ, എന്തൊക്കെയുണ്ട്? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ എല്ലാവർക്കും ആദ്യമായിട്ട് ദീപാവലി ആശംസകൾ നേരെയാണ്. അപ്പോൾ ഇന്ന് ദീപാവലിയാണ്. ഞങ്ങളിതാ സെലിബ്രേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. കുറച്ചല്ല, ഒരുപാട് സ്വീറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ സ്വീറ്റ്സ് ഒക്കെ നമ്മൾ തിരിച്ചെല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിൻ്റെ ഒരു അടിപൊളി ദീപാവലി സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. മൗറീഷ്യസിൽ വന്നതിന് ശേഷം എല്ലാ വർഷവും ദീപാവലിക്ക് വീട് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് രംഗോലിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ദീപാവലി ആഘോഷിക്കും. കാരണം മൗറീഷ്യസിലെ വലിയൊരു ആഘോഷം തന്നെയാണ് കേട്ടോ ദീപാവലി എന്ന് പറയുന്നത്. അപ്പോൾ ദീപാവലിക്ക് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് സ്വീറ്റ്സും. ഇനി നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് തൊട്ടടുത്തുള്ള വീടുകളിലൊക്കെ സ്വീറ്റ്സ് വിതരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവരെല്ലാവരും നമുക്ക് ഒരുപാട് സ്വീറ്റ്സ് കൊണ്ടു തന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ അവർക്കും സ്വീറ്റ്സ് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. C'est Bombay. Ah, Bombay. Bombay. Oui, ça gagne en quitter. We are same. Same. You're same like you wear the same color. You're matching today. Happy Diwali. Thank you, Auntie. Bye. Bye. അങ്ങനെ സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്തെത്തിയപ്പോഴേക്കും ഞങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി എത്തിയിട്ടോ. റാൻസിയും സണ്ണിലേട്ടനും അതുപോലെ നിഹസിനി മോളും. ഇന്നത്തെ ഡിന്നർ റാൻസിയുടെ വക സ്പെഷ്യലാണ് കേട്ടോ. നല്ല അടിപൊളി തലശ്ശേരി ബിരിയാണിയൊക്കെ അവൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം സ്വീറ്റ് ഷെയറിംഗ് ആയിരുന്നു. ഇനി നമ്മുടെ പടക്കം പൊട്ടിക്കലാണ് കേട്ടോ. കത്തിട്ടോ മറ്റേ കത്തി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കുറച്ച് സമയം കഥയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തിട്ടോ. അതിനുശേഷം ഇതാ വീണ്ടും പടക്കം പൊട്ടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഏകദേശം 10 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ ഓപ്പൺ സ്പേസിലേക്ക് പോവാണ്, നേരെ മേലെ പോയി പൊട്ടുന്ന പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട്. കഴിഞ്ഞില്ലേ? അതന്നെ കലാശക്കൊട്ട്. അതാ പറഞ്ഞത്. നമ്മുടെ ദീപാവലിയുടെ മേലെ പോയി പൊട്ടേണ്ട പടക്കം ചെറുതായിട്ടൊന്ന് വഴിതെറ്റി അപ്പുറത്തെ വീടിന്റെ മതിലിലേക്കും ജനലിന്റെ മേലേക്കൊക്കെ പോയി പൊട്ടിയിട്ടുണ്ടായിരുന്നു. ആളപായം ഒന്നും ഉണ്ടാവാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ദീപാവലി വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്.